സ്പെഷ്യൽ ഡേയാ. സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സൺഡേയാ. സൺഡേ എത്ര എന്താ സ്പെഷ്യൽ എന്നല്ലേ? ഞങ്ങൾക്ക് ഇച്ചിരി സ്പെഷ്യലാ. എന്ന് വെച്ചാൽ സെക്കൻഡ് സാറ്റർഡേ വരെ കൂടെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ആകെ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങാൻ കിട്ടുന്നത് ഇന്നാ. അതുകൊണ്ട് ഇച്ചിരി സ്പെഷ്യലാ. പിന്നെ വന്നിട്ട് ഒരാഴ്ചത്തെ യൂണിഫോം വീട്ടിടുന്നത് അത് ഇത് എല്ലാം കഴിവിൻ തീർക്കേണ്ടത് ഇന്നാ. പിന്നെ പറയാനാണെങ്കിൽ ക്ലിനിക് പ്രസൻറ്റേഷൻ, അസൈൻമെൻറ്റ്, കെയർ പ്ലാൻ, അത് ഇത് എല്ലാം അങ്ങനെ നോക്കിയാൽ കുറേ ഉണ്ടേ. അതും എഴുതി തീർക്കേണ്ടത് ഇന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പം സൺഡേ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ തന്നെയല്ലേ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും സൺഡേ ഒരു സ്പെഷ്യൽ ഡേ തന്നെ ആയിരിക്കും. പിന്നെന്താ ഇതും തൊട്ടാപ്പൊഴിയും. അതുകൊണ്ട് +2 കഴിഞ്ഞതാ ഇപ്പം വെളിയെ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് മെയിനായിട്ട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പം 2 എണ്ണം പറയാം. നിങ്ങൾ എല്ലാവരും സൺഡേ ഒരു സ്പെഷ്യൽ ഡേ ആക്കി എടുക്കണം. പിന്നെ ഇത് തലയിൽ തന്നെ കാണുന്നുള്ള ആ ഒരു ഹോപ്പില്ലേ, അതൊന്ന് മാറ്റി വെച്ചേര്. അപ്പം അത്രയേ ഉള്ളൂ, ഇത് മതി. ബാക്കി പിന്നെ പറയാം. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ടാൻ മാറാനുള്ള ചിന്ന റെമഡി ആയാലോ? കയറുതാ സൺഡേയിലായിക്കിട്ടാ ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹോം റെമഡി ചെയ്ത് മോഹം പഴയ കോലത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സും ഉണ്ട്. ചെന്നൈയിലെ ചൂട് പിന്നെ പറയണ്ടല്ലോ. ഇന്ന് തന്നെ ഞാൻ നോക്കിയപ്പം 37 ഉണ്ട്. ചൂടത്ത് ആ ടാനും അത്രയും കാണുമേ. അതിനാണ് ഇന്ന് എടുക്കുന്നത് ഇച്ചിരി കാപ്പിപ്പൊടിയും മഞ്ഞളില്ലേ അതിൻ്റെ പൊടി ഇച്ചിരി മതി. പിന്നെ ഇച്ചിരി തൈരുവേ. എന്നാ പിന്നെ ഓക്കെ, എന്നാ പിന്നെ നിട്ടാലോ. പറ ചേ വാ. അതേപോലെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കാൻ നേരത്ത് എനിക്ക് ഇട്ടതാന്ന് പറഞ്ഞതാ. ഇങ്ങനെ കുറേ എണ്ണം കൂടെ വരും. അപ്പം അവർക്ക് കൂടി ഇട്ട് കൊടുക്കണമല്ലോ. പോ മതി. ഇപ്പം നടന്നില്ലേ? ഇതെനിക്ക് മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ടാ ഇത്രയും കൂടുതലെടുത്തത്. കണ്ട ഇപ്പം ആവശ്യമായില്ലേ? നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരും. അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് ഒരാഴ്ച ഒട്ടിക്കണം. അപ്പം ഇനി വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നവരുടെ കഥയായിട്ട് പിന്നെ കാണാം.